ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ ഓറിയോ ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ബേക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 25 ബിസ്ക്കറ്റ് ക്രീം മാറ്റി വെച്ചിട്ട് ക്രീം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 25 ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ കൈകൊണ്ടോ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 8 ട്രേയിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് അത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഗ്ലാസ്സോ വെച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ലെവൽ ചെയ്തതിന് ശേഷം ഈ മിക്സിനെ നമുക്ക് ഒരു 10-30 മിനിറ്റ്, ഒരു 25 മിനിറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിതൊന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. നമുക്കൊരു ഗ്ലാസ് വെച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഗ്ലാസ് വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവലാക്കാം. എന്നിട്ട് ഒരു 20-25 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും പിന്നെ നമ്മൾ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ക്രീമും എല്ലാം കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആ മിക്സിലേക്ക് ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മളിതിനെ ഒരു 10-25-30 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ വെച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അതും കൂടെ നമ്മുടെ ഈ മിക്സിൻ്റെ അകത്തേക്ക്, ഈ ട്രേയിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, എന്നാലേ നല്ലതുപോലെ സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടുക. പിന്നെ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലതുപോലെ നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിള്ളേർ സമ്മതിക്കഴിഞ്ഞിട്ട് എടുത്തായിരുന്നു. അതുകൊണ്ട് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടില്ല. എങ്കിലും ആ ബിസ്ക്കറ്റും ക്രീം ചീസിൻ്റെ ആ മിക്സും എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. മുകളിലത്തെ ആ ചോക്ലേറ്റ് മാത്രമേ ഒന്ന് ഇതായിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. ചോക്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഇതായിട്ടിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ ഏറ്റവും താഴത്തതും സെൻറ്ററിലുള്ളതും നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ലൂസാണ്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും എല്ലാവരും വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.